നമസ്കാരം. സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. എന്തായാലും സ്നേക്ക് മാസ്റ്റർ ടീമിൻ്റെ വ്യത്യസ്തമായ അനുഭവങ്ങൾ തേടിയുള്ള വ്യത്യസ്തനായ അതിഥികളെ തേടിയുള്ള ഇന്നത്തെ ആദ്യത്തെ യാത്ര എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രം പരശുരാമ ക്ഷേത്രത്തിനടുത്ത് ഒരു പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ വീട്ടിൽ അദ്ദേഹം വീട്ടിൽ നിന്ന് റൂം മേളത്തെ നിരയിൽ വെള്ളത്തിൽ സാറിന് നമ്മളൊരു കണ്ടു അദ്ദേഹം കണ്ടു കഥ പറഞ്ഞപ്പോൾ ഒരു മൂർഖൻ അത് ഇതിങ്ങനെ പത്തി എടുത്ത് ഇങ്ങനെ കാണിച്ചിട്ട് അകത്തോട്ട് പോയിരുന്നത് അദ്ദേഹം വീട് പൂട്ടി താഴേക്ക് ഇറങ്ങി പുള്ളി ഒരു 2 കണ്ടു എന്ന് പുള്ളി പറയുന്നുണ്ടായിരുന്നു. എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല, നോക്കാം നമുക്ക് നമ്മുടെ അതിഥി ആരാണെന്ന്. പോകാൻ നമുക്ക് നമ്മുടെ അതിഥിയെ കണ്ട സ്ഥലത്തേക്ക്. നമസ്കാരം, സുഖമാണല്ലോ? ഇതെവിടെ കണ്ടെന്ന് പറഞ്ഞാൽ ഇതിനകത്തോ? ഓ, അപ്പം ഈ മൂലയ്ക്കകത്ത് 2 ഒരുമിച്ചുണ്ട്. സാർ കണ്ടു, അന്വേഷിച്ച് സാർ പൂട്ടി. ഞാൻ വെളിയിറങ്ങി കഥവ് ഞാൻ വെച്ചിട്ട് പിന്നെ ഇറങ്ങി അങ്ങ് പൂട്ടി. പോയിട്ടില്ല, ഒരു സാധ്യതയില്ല. വേറെ റൂമകത്ത് അകത്തൊരു റൂമുണ്ട്, ആ റൂമിൽ ഞാൻ അകത്തുനിന്ന് പൂട്ടി. ബാത്റൂം തന്നെ ഉണ്ടോ? ബാത്റൂം കുറ്റിയിട്ടിട്ടുണ്ട്, പിന്നെ 2 ജനലിൽ നെറ്റ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം നിങ്ങൾ ആരും ഇവിടുന്ന് പോയിട്ടില്ല? ഈ സൈഡിലല്ലേ? എന്തായാലും ഇവർ പുള്ളിക്കാരൻ 2 ഒരുമിച്ച് കണ്ടു എന്നാണ് പറയുന്നത്. ഒരുമിച്ച് ഒരേപോലെ. ഇത് മാത്രം ഇതിനകത്തൊന്നും കയറാനായിട്ട് ഒരു സാധ്യതയില്ല. ഇവിടെ എങ്ങും തള്ളിയിടാനായിട്ട് സാധ്യതയില്ല. ഇതെല്ലാം ഇവിടെ കയറങ്ങി ഇവിടെയൊക്കെ തള്ളിയിട്ടുണ്ട്, അവിടെ കയറാനും സാധ്യതയില്ല. 2 ഒരുമിച്ച് കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഒന്ന് അലമാര തുറന്ന് കിടക്കുന്നുണ്ട്. അലമാരയുടെ ഇടയിൽ പോകാൻ ഒരു സാധ്യതയുണ്ട്. അലമാരക്കകത്ത് എന്തായാലും ഇല്ല. അത് ചേര. അടിപൊളി. പുള്ളി പറഞ്ഞ് ചേരയല്ല മൂർഖനാണ്, 2 ഉണ്ടെന്ന് പറഞ്ഞത്. അതിൻ്റെ കഴുത്തിന് ഒരുമാതിരി പറ്റില്ല. അപ്പോൾ എന്തോ ഒരു സാധനം കടിച്ചല്ലോ. ഉണ്ടോ കഴുത്തൊരുമാതിരി കണ്ട. പുള്ളി പറഞ്ഞ് 2 ഉണ്ടെന്ന് പറഞ്ഞു. ഇത് വെളിയിൽ കൂടെ പോകാൻ ഒരു സാധ്യതയില്ല. അപ്പോൾ എന്തായാലും അത് ഈ അലമാര അടി കയറിയിട്ടുണ്ട്. അടിപൊളി. പുള്ളി പറഞ്ഞത് 2 മൂർഖന് തന്നെ, പക്ഷെ നമ്മളിവിടെ കണ്ടത് ഒന്ന് ചേര. കണ്ടല്ലോ, പെട്ടെന്ന് ഒന്ന് നേരെ അലമാരടി കയറി. പക്ഷേ ഇതായിരിക്കുന്നു ചേരയല്ല, നല്ല ഒന്നാന്തരം മൂർഖൻ. നോക്കി, പടം പൊഴിക്കാറായ മൂർഖൻ. വേണ്ട, ചട്ട പൊഴിക്കാറായ മൂർഖൻ. എനിക്ക് തോന്നുന്നു ഈ ചേരയ്ക്ക് ഈ മൂർഖൻ്റെ കടി കിട്ടിയിട്ടുണ്ട്. കാരണം അതാണ് ആ കഴുത്തൊരുമാതിരി ഇങ്ങനെ വെട്ടി പോകുന്നത്. കണ്ടോ, വെട്ടി പോകുന്നത്. എന്തായാലും നമുക്കിവിടെ നീക്കാം. കണ്ടോ, 2 പേരെയും കണ്ടു. പുള്ളി കണ്ടപ്പോൾ 2 കണ്ടു എന്ന് പറഞ്ഞത് എന്തായാലും ചുമ്മയല്ല. ഞാൻ പുള്ളി പറഞ്ഞപ്പോൾ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. മിക്കവാറും പുള്ളിക്ക് തോന്നിയാണെന്നൊരു സംശയം എനിക്കുണ്ടായിരുന്നു. എനിക്കിവിടെ മൂർഖനെ ചേരെ പിടിക്കാൻ വേണ്ടി വന്നതായിരിക്കാം. ഇതിനെനിക്ക് തോന്നുന്നത് ഈ ഡോറ് പുള്ളി തുറന്നിട്ട് ആ സ്റ്റെപ്പ് വഴി കയറിയിട്ട് ഈ റൂമിനകത്ത് വരാൻ സാധ്യത കൂടുതൽ. കാരണം പുള്ളി ആ റൂം തുറന്നിട്ട് പുള്ളി പുറത്തേക്ക് പോയി ഇറങ്ങിയ സമയത്താണത് കാണുന്നത്. 2 ഒരുമിച്ച് കണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു സംശയം. അപ്പോൾ ഞാൻ പുള്ളിയെ പറഞ്ഞു മിക്കവാറും ചേരയായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും നമ്മൾ കണ്ട. അപ്പോൾ നമ്മൾ വിചാരിക്കണക്കല്ല, ഇവർ ഈ ചേരയെ തുരത്തിക്കൊണ്ട് ചേരയെ പിടിക്കാൻ വേണ്ടി ശ്രമിച്ച സമയത്തായിരിക്കും അദ്ദേഹം ഇതിനകത്തൊന്ന് പെട്ടത്. ചെറിയ ചേര. എന്തായാലും എനിക്ക് തോന്നുന്നത് ചേരയ്ക്ക് മൂർഖൻ്റെ കടി കിട്ടിയിട്ടുണ്ട്. കാരണം അത് എങ്കോണെ 16 പറഞ്ഞ് ഇങ്ങനെ നല്ല കഴുത്ത് കണ്ടോ, ഇങ്ങനെ ഇട്ട് വെട്ടുന്നു. കഴുത്ത് വെട്ടിപ്പോകുന്നു. കഴുത്ത് വെട്ടുന്നത് എപ്പോഴും എന്തെങ്കിലും അപകടം ഉണ്ടാകുമ്പോഴാണ്. അപ്പോൾ ഇത് കടി അദ്ദേഹത്തിന് കിട്ടിക്കാണെന്ന് തോന്നുന്നു. എന്തായാലും അദ്ദേഹം നല്ല കഴുത്തിങ്ങിട്ട് വെട്ടുന്നുണ്ട്. കണ്ടോ, ചെറിയ ചേര. അത്ര വലുതല്ല, അതിന് തിന്നാൻ പറ്റി. പക്ഷെ അത് പടം പൊഴിക്കാറായിരിക്കുന്നു, ചട്ട പൊഴിക്കാറായിരിക്കും. അതാണ് എനിക്ക് സംശയം. ചട്ട പൊഴിക്കാറായിരിക്കുന്നു. കണ്ടോ, കണ്ണൊക്കെ മൂടിയിരിക്കുന്നു. കണ്ടോ, കണ്ണൊക്കെ മൂടി ചട്ട പൊഴിക്കാറായിരിക്കുന്നു.
പുള്ളിക്കാരൻ 2 കണ്ടു എന്നുള്ളത് ഉറപ്പായി. പുള്ളി പറഞ്ഞു 2 മൂർക്കനെന്നാണ് പറഞ്ഞത്. 2 മൂർക്കനല്ല, 1 ചേര തന്നെയാണ്. ഇത് ചേര തന്നെയാണ്. അപ്പോൾ നമ്മൾ എന്താ പറയുക, നിസ്സാരമായിട്ട് ചേരയാണ് ഞാൻ പറഞ്ഞ ചേര, 2 ചേരയായിരിക്കും ചേട്ടാ, അങ്ങ് തട്ടി വിട്ടാൽ മതി എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ 2 ചേരയായിരുന്നു എന്ന് പറഞ്ഞ് തട്ടി വിടാൻ പോയിരുന്നെങ്കിൽ ഉള്ള അവസ്ഥ എന്നാണ് ചോദിക്കുക. അപ്പോൾ നമ്മൾ ഇതിനകത്ത് വരാനുള്ള സാഹചര്യം ഒരുപാടുണ്ട്. കാരണം തൊട്ടപ്പുറത്തെന്ന് വെച്ചാൽ മതിലിൻ്റെ മൊത്തം പുല്ല് വളർന്ന് കിടക്കുകയാണ്. തൊട്ടടുത്ത പറമ്പ്, ആ പറമ്പ് മതിലിൻ്റെ പൊക്കത്തിന് പുല്ല് വളർന്ന് കിടക്കുന്നുണ്ട്. വാഴ പടർന്നിൻ്റെ മതിലിൻ്റെ മേലോട്ട് കിടപ്പുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ മതിലിൽ കയറി കഴിഞ്ഞാൽ ആ ബാക്കിൽ വരാം, അതുവഴി നേരെ ഇങ്ങനെ അകത്തോട്ട് പോരാം. അപ്പോൾ അതായത് എനിക്ക് തോന്നുന്നു വരാനുള്ളൊരു വഴി അതായിരിക്കാം, അതാവാൻ സാധ്യത കൂടുതൽ. ഉണ്ടോ 2 പെട്ടെന്ന് പുള്ളി പറഞ്ഞു 1 പച്ച പോലത്തെ കളറാണ്, 1 കറുപ്പ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു 2 ചേര പറയാമല്ലോ, ചേരാനുള്ള എണ്ണ സമയമാണ്. അപ്പോൾ നമ്മൾ ഒരിക്കലും അങ്ങനെ പ്രതീക്ഷിച്ചില്ല. വാവ്, അടിപൊളി. നോക്കിയേ പത്തി, നോക്കിയേ സൂപ്പർ, അടിപൊളി. പത്തിൻ്റെ പുറവശം നോക്കിയേ, വേറെ ഡിസൈൻ കണ്ട, ബട്ടർഫ്ലൈ പോലെ കണ്ട, അടിപൊളി. നോക്കിയേ, എന്തായാലും ഇന്ന് നമ്മൾ ഇദ്ദേഹം കണ്ടില്ലെന്നെങ്കിൽ ചേരേരാരെയെന്ന് തീരുമാനമായതിനെ. ചേര ഇദ്ദേഹം പിടിച്ച് തട്ടീനുണ്ടോ, കണ്ടോ പടം കണ്ടോ, ആ പടം കണ്ടോ ചേട്ട, ആ പടത്തിൻ്റെ പുറകിൽ ആ ഒരു സിമ്പലുണ്ടോ, കണ്ണാടി എന്നൊക്കെ പറയില്ല, കണ്ണാടി, ഇരട്ട കണ്ണാടി, ഒറ്റ കണ്ണാടി എന്നൊക്കെ പറയില്ല, അതുപോലെ കണ്ണാടി. പക്ഷേ ഇതിൽ കണ്ണാടിയില്ല. നമുക്ക് ഇതിൽ വളഞ്ഞു വന്നിട്ട് അകത്തോട്ട് പത്തിയുണ്ടോ, ബാക്കിൽ ആ ഒരു സിമ്പൽ, ആ ഒരു കണ്ണാടി, വേറൊന്നുമില്ല അതിനകത്ത്, പോലെ അക്ഷരം ഒന്നുമില്ല അതിനകത്ത്. കണ്ടോ, വെറും ബട്ടർഫ്ലൈയുടെ ചിറവ് പോലെ. എന്തായാലും പുള്ളിക്കാരൻ കണ്ടത് നന്നായി. 2 മൂർക്കൻ എന്ന് പറഞ്ഞാൽ, പക്ഷേ 2 മൂർക്കനല്ല, 1 ചേര. മൂർക്കൻ്റെ കടി എന്തായാലും ചേരയിൽ കിട്ടിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അടിപൊളി കണ്ട പടം, ഒരു വെറൈറ്റി പടം, ഒരു വെറൈറ്റി. എൻ്റെ പുറകുവശം കണ്ട, ഒരു ബട്ടർഫ്ലൈയുടെ കണ്ണാടി കണ്ട, ഇരട്ട കണ്ണാടി, ഒറ്റ കണ്ണാടിയൊക്കെ എന്നാണ് നമ്മളതിൻ്റെ പുറകിലത്തെ സിമ്പിളിനെ പറയുന്നത്. പക്ഷേ ഈ സിമ്പിള് കണ്ട, ഇതിൽ വെറും ബട്ടർഫ്ലൈ, ഇതിൽ കണ്ണാടി പോലത്തെ വട്ടമില്ല കണ്ട, അകത്തേക്ക് ഇറങ്ങി നിൽക്കുന്ന സാധനം ഇല്ല കണ്ട, അകത്തേക്ക് ഇറങ്ങി നിൽക്കുന്ന ആ സിമ്പിൾ സാധാരണ മൂർക്കിന് കാണുന്ന ഇരട്ട കണ്ണാടി, ഒറ്റ കണ്ണാടി എന്നൊക്കെ പറയുമ്പോൾ അതില്ല കണ്ട. ഇത് വെറും ബട്ടർഫ്ലൈയുടെ ചിറവ് പോലെ കണ്ട. മറ്റേ നമുക്ക് അകത്തേക്ക് വളഞ്ഞിറങ്ങിയിട്ട് കാണുന്നതായിരുന്നു നമുക്ക് കാണാൻ പറ്റുക. പക്ഷേ ഇത് കണ്ടോ, ഇത് പുറകിൽ നമുക്ക് കണ്ടല്ലോ, പുറകിൽ നമുക്ക് ആ കണ്ണാടി എന്ന് പറയുന്ന, അതായത് നമ്മൾ അറിയില്ല, ഈ പോലെ 2 വർഷം വളഞ്ഞു വരുന്നതിനാണ് പണ്ട് ചെയ്തിരിക്കുന്ന മലയാളം ബുക്കുകളിൽ, മലയാളം ഒരു ഗ്രന്ഥകർത്താവ് പറഞ്ഞിരിക്കുന്നത് കണ്ണാടി, ഇരട്ട കണ്ണാടി എന്ന്. കാരണം 2 സൈഡും വളഞ്ഞിരിക്കുന്നുണ്ട്. മറ്റേനെ ഒറ്റ കണ്ണാടി എന്ന് വിളിക്കണ്ടോ. ഇതിപ്പോൾ രണ്ടുമില്ല, 2 സൈഡും ഒരുപോലെ ചിറവിൻ്റെ ചിത്രചിറവിൻ്റെ ചിറവ് പോലെ ഇങ്ങനെ മടങ്ങിയിരിക്കുന്നു കണ്ടോ, നിവർന്നിരിക്കുന്നു കണ്ടോ, ബട്ടർഫ്ലൈ പോലെ. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരുപാട് വ്യത്യസ്തനായ അതിഥികൾ നമുക്ക് കിട്ടാറുണ്ട്. അതിലൊരാൾ കൂടിയാണ്, പുതിയൊരാൾ കൂടിയാണ് നമുക്കിത്. എന്തായാലും വളരെ സന്തോഷം. നമ്മൾ പിടികൂടുന്ന അതിഥികളൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റുന്നു, നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് അത് പരിചയപ്പെടുത്താൻ പറ്റുന്നു. അതിലുപരി നമുക്കിനി കടയ്ക്കാവൂർ അടുത്തൊരു കോള്, വീട്ടിൻ്റെ മണ്ടയിൽ സ്ലാബിനകത്ത് വലിയൊരു മൂർഖനെ കണ്ടെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ സമയം കളയുന്നില്ല. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ദൗത്യം കഴിഞ്ഞു. നമ്മുടെ കടയ്ക്കാവൂർ വീട്ടിൻ്റെ മണ്ടയിൽ മൂർഖനെ അതിഥിയെ പിടിക്കാനായി ഇവിടുത്തെ ദൗത്യം അവസാനിപ്പിച്ചുകൊണ്ട് അടുത്ത സ്ഥലത്തേക്ക് യാത്രയാകും. തിരുവനന്തപുരം ജില്ലയിൽ ആറ്റിങ്ങലടുത്ത് അലങ്കോടടുത്ത് കടയ്ക്കാവൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് മൂലത്തിട്ട എന്ന് പറഞ്ഞ സ്ഥലത്തൊരു വീട്ടിനകത്ത്, അതായത് അവരുടെ അടുക്കള സ്ലാബിൻ്റെ മുകളിൽ റാക്കുണ്ട്, നമ്മുടെ റാക്കിനകത്ത് ഒരു അതിഥിയെ കണ്ട് മൂർഖനാണെന്നാണ് അവർ പറഞ്ഞത്. അടിപൊളി. എന്തായാലും വളരെ സന്തോഷം. ഈ സ്ഥലമൊക്കെ കാണുമ്പോഴേ നല്ല മനോഹരമായ സ്ഥലം. പക്ഷേ എൻ്റെ തൊട്ടപ്പുറത്ത് കായലാണ്, സൂപ്പർ സ്ഥലം, നല്ല തണുത്ത സ്ഥലം. ഇവിടെയൊക്കെ പാമ്പില്ലെങ്കിൽ അത് ചുള്ളി. ഇപ്പോൾ ഇവിടെയൊക്കെ കുറേ കാലങ്ങൾക്ക് മുന്നേ ഒന്നും എൻ്റെ ഓർമ്മ വെച്ച് തന്നെ ആ കാലഘട്ടത്തിൽ ഞാൻ പാമ്പ് മേലേക്കും ഇവിടെ പെരുമ്പാമ്പൊന്നുമില്ല. ഇപ്പോൾ ധാരാളം പെരുമ്പാമ്പിൻ്റെ എണ്ണം കൂടിയിട്ടുണ്ട്. നമസ്കാരം. കണ്ട ആ സമയത്ത് ആളുണ്ടായിരുന്നോ? ആരും പോയിട്ടില്ല. നമസ്കാരം അമ്മ, സുഖമായിരിക്കുന്നല്ലോ? എന്തുണ്ട് വിശേഷം? ചായ കുടിച്ചോ? ചോറൊക്കെ ഉണ്ടോ? ഈ മേളിലും ആളുണ്ടോ? എന്ത് തറയിൽ നിന്ന് നിൽക്കാൻ നിവർത്തിയില്ല, മേളിക്ക്? ഓ, ഇവിടെയാണോ കണ്ടത്? ഓഹോ, ആ സമയത്തിട്ട് നോക്കി നിൽക്കുകയാണോ?
പോയിട്ടില്ല ഇവിടുന്ന്. ചേട്ടൻ താഴെ ഇറങ്ങിയിട്ടുമില്ല, ഇവിടുന്ന് പോയിട്ടില്ല. ഓ, എലി ചാടി പോകുന്ന പോലെ കണ്ടായിരുന്നോ? എലി ഇവിടെ ചാടി ഇവിടെ വന്നിട്ട് വീണ്ടും ചാടി അങ്ങോട്ട് പോയി. താഴോട്ട് ചാടിയിട്ടില്ല. താഴെ ചാടി. അതാ എലി ഇറങ്ങി പോകുന്നു. എലി തന്നെ, എലി ഇറങ്ങി പോണു. അപ്പോൾ ഇനി പാമ്പല്ല, എലിയെ തന്നെ വേണ്ടത്. എന്നാലും നമുക്കിവിടെ ഇത്തിരി സാധനം നീക്കി കാണുന്നില്ല, പക്ഷെ പോകാനായിട്ടൊരു വഴിയില്ല. ചെറിയ ഹോൾ, ഈ ഹോളിൽ കൂടെ അപ്പുറത്ത് പോകുമെന്ന് അറിയില്ല. എന്തായാലും അതിന് സാധ്യത കുറവാണ്. പിന്നെ ഇവർ പറയുന്നത് ഈ ഒരൊറ്റ പുള്ളി പറഞ്ഞ ബേസ്മെൻ്റ് പുറകിലുണ്ടെന്നാണ് പറയുന്നത്. ചിലക്കിൽ ഈ ബേസ്മെൻ്റ് പുറകിലില്ല, അതുകൊണ്ട്. പക്ഷേ ഇവർ പറഞ്ഞ കണക്ക് ചിന്ന സാധനമൊന്നുമല്ല, ഒന്നൊന്നര സാധനമാണ്. എല്ലാവരും മാറിക്കോ, ചാടും. ഇതാണ്ട സൂപ്പർ ചേര, ഇതാവണം. ഒറ്റ നിമിഷം എനിക്ക് ഈ സംശയം വന്നപ്പോഴേ ഞാൻ പുള്ളിയുടെ സംശയം പറഞ്ഞിരുന്നു. പക്ഷേ പുള്ളി പറഞ്ഞു ഇല്ല, തല കണ്ട് വെള്ളയാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് പിന്നെ ഒരു സംശയമായി. എന്തായാലും കണ്ടില്ല, നല്ല സൈസുള്ള ചേര നിസ്സാരമായിട്ട് കാണണ്ട. ചേരയുടെ കടിയേറ്റ് ഒത്തിരി സംഭവങ്ങൾ ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട്. ഇന്നലെ മെനിയാന്നൊക്കെ ചേരയുടെ കടി തന്നെ, ചേര പെരുമ്പാമ്പിൻ്റെയൊക്കെ കടി ഇഷ്ടം പോലെ. കണ്ടോ മക്കൾ, കണ്ടോ ചേര? കണ്ടോ ചേര? കണ്ടിട്ടുണ്ടോ അതിന് മുന്നേ? മൂർഖനെ കണ്ടിട്ടുണ്ടോ? ഇല്ല, കണ്ടില്ല, ഒന്നിനെയും കണ്ടിട്ടില്ല. നമ്മൾ കേട്ടിട്ടുണ്ടോ? ചേര നമ്മളെ കാലി ചുറ്റും, കഴുത്ത് ചുറ്റും, ചെവിയിൽ ഊതും. പിന്നെ വേറെ ഒന്നുണ്ടെന്നറിയാം, ചേര മലർന്ന് കടിച്ചാൽ മലയാളത്തിൽ മരുന്ന്. ചേര മലർന്ന് കിടക്കുന്ന എപ്പോഴാണ്? മരിച്ചു കിടക്കുമ്പോൾ. അപ്പോൾ കടിക്കുമോ? കടിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ പണ്ടത്തെ മുത്തശ്ശി ഒരു പുട്ടുണ്ടാക്കി തിന്നിട്ട് എന്ത് തള്ളി വെച്ചേക്കുന്നത് കേട്ടിട്ടുണ്ടോ? ചേര മലർന്ന് കടിച്ചാൽ മലയാളത്തിൽ. പിന്നെ ചേര ചുറ്റും, കണ്ടോ? ചേര ചുറ്റി അഴുകുമെന്ന് പറയും. അങ്ങനെ ചുറ്റുമോ? അങ്ങനെ അഴുകുമോ? ഞാൻ അപ്പോഴേ പറഞ്ഞ ചേരയാണെന്നല്ലേ. മറ്റേ ഇവിടുത്തെ ഒരു ഓണർ ചേട്ടൻ ഉണ്ടല്ലോ, ചേട്ടനെ കാണാം. ചേട്ടൻ ചേരയും കൊണ്ട് ഞാൻ ചേരയും കൊണ്ട് ചേട്ടൻ അപ്പുറത്തെ പറമ്പിൽ പോയി നിങ്ങൾ ഒളിച്ചോടെ പാട്ട് ഇതിനകത്തിരിക്കാൻ. ഇതിനെ കൊണ്ടുപോകണോ വിടണോ? അമ്മ ദൂരോട്ടങ്ങ് വിട്ടാൽ പോരെ? അമ്മയുടെ കൂട്ടല്ലേ? അമ്മ എന്നും വന്ന് അല്ല പറഞ്ഞത് നല്ലല്ല. അമ്മയെ സുഖം തന്നെ. അമ്മ ചോറ് കഴിച്ചോ ചായ കുടിച്ചോ എന്നൊക്കെ വേണ്ട. അപ്പോൾ നമ്മൾ സമയം കളയുന്നില്ല. നമ്മുടെ പ്രിയപ്പെട്ട കർഷകൻ്റെ മിത്രത്തെ, നമ്മുടെ പാവപ്പെട്ട ദേശീയ എന്താ പറയുക, സംസ്ഥാന ഉരകമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പേപ്പർ വർക്കൊന്നും നടന്നിട്ടില്ല, ചുമ്മാ വായികളിൽ മാത്രം, പത്രവാർത്തകളിൽ മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പോൾ സന്തോഷം. നമ്മുടെ ഇവിടുത്തെ ദൗത്യം കഴിഞ്ഞ് ഇനി ഒരുപാട് കോളുകൾ വെയിറ്റിങ്ങിലുണ്ട്. അപ്പോൾ മറ്റൊരു അതിഥിയെ സ്നേക് മാസ്റ്റർ ടീം ഒരുമിച്ച് അടുത്ത സ്ഥലത്തേക്ക് യാത്രയാവുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ അടുത്ത അതിഥിയെ തേടി എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ പാങ്ങോടടുത്ത്, നമ്മുടെ വേട്ടമുക്കിനടുത്ത്, നമ്മുടെ സെവൻത് ഡേ സ്കൂളിൻ്റെ പുറകിലൊരു പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ വീട്ടിലൊരു പാമ്പും ഒരു മൂർഖൻ അതിഥി ഒരു നായും കൂടെ ഇങ്ങനെ ഫൈറ്റ് ചെയ്ത് ആ ബഹളം നമുക്ക് കേൾക്കാം. ഫൈറ്റ് കൊണ്ട് നിൽക്കുന്നത് പറയാം. അപ്പോൾ നമ്മൾ സമയം കളയുന്നില്ല. നമുക്ക് അവർ ബഹളം വെച്ചുകൊണ്ടിരിക്കുന്ന പുറകിൽ. അപ്പോൾ ഈ സൈഡിലാണ് പറഞ്ഞത്. അവർ പെട്ടെന്ന് ഓടി അങ്ങോട്ട് പോയി നമുക്ക് നോക്കാം എന്താണ് പരിപാടി എന്ന്. രണ്ടും കൂടെ ഭയങ്കര പറ്റും. അതിൻ്റെ കടിക്കുന്നത്. അയ്യോ, മൂർഖനല്ല, ചേര. അതിനെ കടിച്ച് ശരിയാക്കി അപ്പോൾ ഓടി അങ്ങ് പോയി. പക്ഷെ നന്നായിട്ട് ഫൈറ്റ് ചെയ്തു. ചേരയും നന്നായിട്ട് ഫൈറ്റ് ചെയ്തു. രണ്ടുപേരും നന്നായിട്ടുണ്ട്. നല്ല ഫൈറ്റ് കണ്ടോ?
ഓ അതിൽ മണ്ണെണ്ണ നല്ല മണമുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ഇവർ കണ്ടുടനെ പേടിച്ചിട്ട് 4 ചുറ്റും മണ്ണെണ്ണ ഒഴിച്ചുകൊണ്ട് ഇവിടെ അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ 4 ചുറ്റും മണ്ണെണ്ണ ഒഴിച്ചുകൊണ്ടോ നല്ല ചേര, ഫീമെയിൽ ചേര, പെൺ ചേര ഉണ്ടോ. ഇവിടെ പാവം നല്ല വേദനയുണ്ട് കേട്ടോ. അവന് നാക്ക് കണ്ടോ, നല്ല വേദനയുണ്ട് കേട്ടോ. പാവം നന്നായിട്ട് കടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെന്തായാലും അതിനെ അധികം ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല. നമുക്ക് എന്തായാലും ഫ്രണ്ടിലോട്ട് പോയിട്ട് അവരെ കൂടെ കാണിച്ചിട്ടൊരു ചാക്ക് വാങ്ങി നല്ലൊരു സഞ്ചി വാങ്ങി സഞ്ചിയിലാക്കാം. ഇന്നെന്താ ഇന്ന് പതിവില്ലാത്ത നല്ല കോട്, നല്ല തിരക്കുണ്ട്. ഇനിയിപ്പോൾ രാത്രി എനിക്കൊന്ന് പുതു മഴയും കൂടെ ആയിട്ടുണ്ട്. അപ്പോൾ എനിക്കൊന്ന് വിളിക്കുന്നവരെ നല്ല ഓട്ടം ഓടിയാലേ ഇന്നത്തെ പണി തീരുള്ളൂ എന്ന് തോന്നുന്നുണ്ടോ. നല്ല മുറിവുണ്ട് കേട്ടോ ഒത്തിരി. അപ്പോൾ ചേര ഇവർ പേടിച്ചു. നാട്ടിൽ അപ്പുറത്ത് മതിൻ്റെ മണ്ണിൽ കാളുണ്ട്, അപ്പുറത്ത് വീടിൻ്റെ മണ്ണിൽ കാളുണ്ടായിരുന്നു. അവരൊക്കെ പറഞ്ഞ് അയ്യോ മുട്ടൻ മൂർക്കൻ. അപ്പോൾ ഞാനും പെട്ടെന്ന് ആ ബഹളം കേട്ടു. ഇവിടെ വന്നപ്പോൾ ഫൈറ്റ് കണ്ടപ്പോൾ ദൂരെ ഇരുട്ടത്തുള്ളപ്പോൾ എനിക്ക് തോന്നി മൂർക്കനാണെന്ന് തോന്നി. ഇങ്ങനെ എണീറ്റ് നിൽക്കുമ്പോൾ ചേര, ഫീമെയിൽ ചേര ഉണ്ടോ. ഹായ് മോനു. കണ്ടോ കഴുത്തിലിട്ടെ നല്ല പാമ്പുണ്ടോ. ചേരപ്പാമ്പാ. ശിവന്റെ പാമ്പ് മൂർഖം പാമ്പ്. ഇത് ചേരപ്പാമ്പ് കേട്ടോ. ചേര എന്താണ് റാറ്റ് സ്നേക്ക്. അയ്യോ അങ്ങനെ പറയാൻ പാടുണ്ടോ. അത് പോട്ടെ, പാവല്ലേ. സാധാ ചേര, കരിഞ്ചേരയൊന്നുമില്ല, സാധാ ചേര. അപ്പോൾ നമ്മളെന്തായാലും സമയം കളയുന്നില്ല. കുഞ്ഞ് ചേര എന്ന് പറയുന്നത് നല്ല ചേര. മേഡം പുള്ളിക്കാരത്തി മോളാണ്, ടീച്ചറാണ് വിളിച്ചത്. ടീച്ചർ വരുന്ന വഴിക്ക് ഓൺ വേയിൽ എന്നെ വിളിക്കുകയായിരുന്നു. അപ്പോൾ അമ്മ പറഞ്ഞു വലിയ പാമ്പ് പൈപ്പിൻ്റെ വെളിയിൽ ഇരിക്കണമെന്ന് പറഞ്ഞു. എന്തായാലും പാമ്പല്ലായിരുന്നു, ചേര. പിന്നെ ഇവിടുത്തെ സംബന്ധിച്ച് പാങ്ങോട് മിലിറ്ററി ക്യാമ്പിനെ സംബന്ധിച്ച് ഒരിക്കലും പാമ്പില്ലെന്ന് പറയാൻ പറ്റില്ല. ഞാൻ ഈ ഇടയ്ക്ക് ഓഫീസിനകത്ത് വന്നിട്ടൊരു വലിയ മൂർഖനെ അടുത്താളത്ത് എടുത്തിട്ടുണ്ട്. പിന്നെ അവിടുത്തെ സിഒ പറഞ്ഞെന്ന് പറഞ്ഞു ഇനിയിപ്പോൾ പാമ്പിനെ കിടക്കട്ടെ, അതിനെ പിടിക്കേണ്ട, പാമ്പ് ഇവിടെ കിടന്നോട്ടെ, സർക്കാർ സ്ഥലമല്ലേ എന്ന് പറഞ്ഞു. അത് പിന്നെ വിളിക്കാറില്ല. എന്നാലും വളരെ സന്തോഷം. നല്ല മഴ. നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ വീട്ടിൽ നായോടൊപ്പം നമ്മളറിയാലോ, നമ്മളിപ്പോൾ കണ്ടത് പൊമറേനിയൻ ക്രോസാണ്. നാടൻ എന്ന് തന്നെ പറയാം. ഇങ്ങനെയുള്ള ഡോഗുകളാണ് ഏറ്റവും കൂടുതൽ ഇതിനെയൊക്കെ കടി കിട്ടാതെ എന്താ പറയുക, അവർ ഓരോ കടിക്കുന്നതും ഒബ്സർവ് ചെയ്യും. കടി കിട്ടുമോ, കടിക്ക് നോക്കിയിട്ടേ കടിക്കാറുള്ളൂ. ഇതുണ്ട്, ഇതൊരു ഒരു മണിക്കൂറോളായെന്ന് തോന്നുന്നു പുള്ളിക്കാരത്തിനെ വിളിച്ചിട്ട്. ആ സമയം വരെ ഇത് ഫൈറ്റ് ചെയ്ത് ഒരു കടിച്ചു കൊന്നില്ല. പക്ഷേ മൂർഖനായിരുന്നുവെങ്കിൽ ഇദ്ദേഹത്തിന് നായ്ക്ക് കടി കിട്ടി നായ മരിക്കാൻ സാധ്യത. എന്നാലും നമ്മൾ സമയം കളയുന്നില്ല, ഒരുപാട് കോളുകൾ വെയിറ്റിങ്ങിലുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ദൗത്യം അവസാനിപ്പിച്ചുകൊണ്ട് അടുത്ത സ്ഥലത്തേക്ക് മറ്റൊരു അതിഥി തേടി സ്നേക് മാസ്റ്റർ ടീം ഒരുമിച്ച് യാത്രയാവും.